നമസ്കാരം, വാർത്തകളുമായി വീണ്ടും വൺ ടിവി ന്യൂസ്. ആദ്യം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നിലമ്പൂർ ഇന്ദിരാഗാന്ധി സ്കൂളിൽ അധ്യാപകരെയും ITDP ഓഫീസിൽ ജീവനക്കാരെയും ആദിവാസികൾ പൂട്ടിയിട്ടു. സ്കൂളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് അധികൃതർ ലംഘിച്ചതോടെയായിരുന്നു പ്രതിഷേധം. പോലീസ് ഇടപെടലിനെ തുടർന്ന് വൈകുന്നേരത്തോടെയാണ് ജീവനക്കാരെ തുറന്നുവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി DCC പ്രസിഡന്റ് VV പ്രകാശ്. മണ്ഡലത്തിലെ നേതാവെന്നതും ഗ്രൂപ്പുകൾക്കിടയിൽ പൊതുവെ എതിർപ്പ് കുറഞ്ഞ വ്യക്തി എന്നതുമാണ് പട്ടികയിൽ ഇടം നേടാൻ VV പ്രകാശിന് അനുകൂല ഘടകമായത്. സന്ദർശക പാസനത്തിൽ ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കുമ്പോഴും നിലമ്പൂർ കനോലി പ്ലോട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ജില്ലയിൽ വേനൽ ചൂട് കനക്കുന്നു. നിലമ്പൂരിൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി കടന്നു. വരും ദിവസങ്ങളിൽ ചൂട് കൂടുവാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ ഇന്ദിരാഗാന്ധി സ്കൂളിൽ അധ്യാപകരെയും ITDP ഓഫീസിൽ ജീവനക്കാരെയും ആദിവാസികൾ പൂട്ടിയിട്ടു. പോലീസ് ഇടപെടലിനെ തുടർന്ന് വൈകുന്നേരത്തോടെയാണ് ജീവനക്കാരെ തുറന്നുവിട്ടത്. സ്കൂളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന ഉറപ്പ് അധികൃതർ ലംഘിച്ചതോടെയായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ആഴ്ചയിലാണ് പോത്തുകല്ല് അപ്പൻകാപ്പ് ആദിവാസി കോളനിയിലെ സതീഷ് എന്ന +1 വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് ആശുപത്രിയിലെത്തിച്ച് പിന്നീട് മരിച്ചത്. കോളനിയിലെ രണ്ടാമത്തെ വിദ്യാർത്ഥിയാണ് സ്കൂളിൽ നിന്ന് മരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് സ്കൂളിൽ തടിച്ചുകൂടിയിരുന്ന രക്ഷിതാക്കൾ ചില അധ്യാപകരെ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സ്കൂളിൽ നിന്ന് കോളനിയിലേക്ക് കൊണ്ടുപോകില്ലെന്ന് ഇവർ വാശി പിടിക്കുകയും ചെയ്തു. എന്നാൽ പോലീസും മറ്റും ഇടപെട്ട് ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച രക്ഷിതാക്കളും അധ്യാപകരും ഉദ്യോഗസ്ഥരും ചേർന്ന് ചർച്ച ചെയ്യാമെന്ന് അറിയിച്ചിരുന്നു. അതനുസരിച്ച് സ്കൂളിലെത്തിയ രക്ഷിതാക്കളുമായി ആരും ചർച്ച ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് അധ്യാപകരെ മുറിയിൽ പൂട്ടിയിട്ടു. ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി അധികൃതർ ചിലരെ മാത്രം അറിയിച്ചതിൽ പ്രതിഷേധവുമുണ്ടായി. തുടർന്നാണ് ഒരു കൂട്ടം രക്ഷിതാക്കൾ ITDP ഓഫീസിലേക്ക് എത്തിയത്. അവിടെ പ്രൊജക്ട് ഓഫീസറും ഉണ്ടായിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാരെയും പൂട്ടിയിട്ടത്. തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ മോചിപ്പിച്ചത്. പ്രൊജക്ട് ഓഫീസർ മലപ്പുറത്ത് യോഗത്തിന് പോയതായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തി ചർച്ച ചെയ്തേ മടങ്ങൂ എന്ന് പറഞ്ഞാണ് ആദിവാസികൾ ഇരിക്കുന്നത്. MRSൽ ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്ന് ആ ബോഡി സംസ്കരിക്കുന്നതിന് ഇടയിൽ ആ രക്ഷിതാക്കൾ ആ കുട്ടി മരിക്കാനിടയായ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അതിലെന്തോ പന്തികേട് ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടിക്ക് വേണ്ടത്ര പരിചരണം കിട്ടിയിട്ടില്ല എന്ന സംശയത്തിൻ്റെ പേരിൽ ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ള ഒരു രക്ഷിതാക്കളുടെ ഒരാശങ്ക, അത് അകറ്റിയെടുക്കുന്നതിന് വേണ്ടി ആ ബോഡി സംസ്കരിക്കുന്നതിന് മുമ്പ് അതിന് തീരുമാനം ഉണ്ടാകണം എന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 നിർദ്ദേശങ്ങൾ അന്ന് പ്രോജക്റ്റ് ഓഫീസർ വെക്കേണ്ടായി. ഒന്ന്, ഈ കുട്ടി മരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്താമെന്നും, പോരാത്തത് അവിടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ആ സ്കൂളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെ സ്വീകരിക്കും എന്നും, ആ കുടുംബത്തിന് ആ കുട്ടിക്കുണ്ടായ നഷ്ടം അതിന് കഴിയാവുന്നത്ര ധനസഹായം നൽകുമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ചർച്ച നമ്മൾ 25-ാം തീയതി നടത്താമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് രക്ഷിതാക്കളും ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോയത്. ദളിത് കോൺഗ്രസ് നേതാക്കളായ ജില്ലാ സെക്രട്ടറി ശിവദാസൻ ഉള്ളാട്, വാസുദേവൻ മുണ്ടേരി, രാമൻ ചുങ്കത്തറ, ദിലീപ് കോട്ടേപ്പാടം, ബിജുലാൽ, സജീവ് അപ്പൻകാപ്പ്, രാധിക അപ്പൻകാപ്പ് എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുഗതൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപിനാഥ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാൻ പായിമ്പാടം, മൂർഖൻ കുഞ്ഞു തുടങ്ങിയവരെത്തി സമരക്കാർക്ക് പിന്തുണ നൽകി. നിലമ്പൂർ ജില്ലാ ആശുപത്രിക്ക് മാത്രമായുള്ള ട്രാൻസ്ഫോർമർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പരിപാടിയിൽ PV അബ്ദുൽ വഹാബ് MP, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ V സുധാകരൻ, ഇസ്മായിൽ മൂത്തേടം, സെറീന മുഹമ്മദ് അലി,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KT കുഞ്ഞാൻ, വാർഡ് അംഗം ഗിരീഷ് മോളൂർ മഠത്തിൽ, ജസ്മൽ പുതിയറ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C ഹമീദ്, ഇസ്മായിൽ എരഞ്ഞിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. 7 ലക്ഷം രൂപ ചെലവിലാണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചത്. നിലവിൽ പൂർണ്ണമായും ആശുപത്രിയുടെ ആവശ്യങ്ങൾക്ക് മാത്രമായാണ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുക. വോൾട്ടേജിലെ വ്യതിയാനവും കുറഞ്ഞ വോൾട്ടേജ് എന്ന പ്രശ്നവും ഇതിലൂടെ പരിഹരിക്കുവാനാകും. പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചതോടെ ആശുപത്രിയിലെ 7 വൈദ്യുതി കണക്ഷനുകൾക്കും കൂടി ഒറ്റ മീറ്റർ മാത്രമാണ് ഉണ്ടാവുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടി DCC പ്രസിഡന്റ് VV പ്രകാശ്. മണ്ഡലത്തിലെ നേതാവ് എന്നതും ഗ്രൂപ്പുകൾക്കിടയിൽ പൊതുവെ എതിർപ്പ് കുറഞ്ഞ വ്യക്തി എന്നതുമാണ് പട്ടികയിൽ ഇടം നേടാൻ VV പ്രകാശിന് അനുകൂല ഘടകമായത്. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, കോഴിക്കോട് DCC പ്രസിഡന്റ് T സിദ്ദീഖ്, മഹിളാ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ എന്നിവരുടെ പേരുകളുമാണ് VV പ്രകാശിന്റെ പേരിനൊപ്പം സാധ്യതാ പട്ടികയിലുള്ളത്. ഇതിൽ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ളത് VV പ്രകാശ് മാത്രമാണ്. 13 ലക്ഷത്തിലധികം വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത്. നിലമ്പൂർ നിയമസഭാ സീറ്റിൽ 2016 അവസാന റൗണ്ട് വരെ VV പ്രകാശിന്റെ പേരുണ്ടായിരുന്നു. മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് അവസാനം ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി പിന്മാറുകയായിരുന്നു. എന്നാൽ ലോക്സഭാ സീറ്റിലേക്ക് VV പ്രകാശിന്റെ പേര് ഉയർന്നു വരുമ്പോൾ ആര്യാടൻ പക്ഷത്തു നിന്നും ഇക്കുറി കാര്യമായ എതിർപ്പുണ്ടാകില്ലെന്നാണ് സൂചന. 2021 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന് ഒരവസരം കൂടി നൽകണമെന്നതാണ് ഈ പക്ഷത്തിന്റെ പ്രധാന ആവശ്യം. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയതോടെ AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവരുടെ പിന്തുണ ഉറപ്പിക്കുവാനും VV പക്ഷം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 2011 തവനൂരിൽ പരാജയപ്പെടുകയും 2016 നിലമ്പൂരിൽ സീറ്റ് നിഷേധിക്കുകയും ചെയ്തത് കണക്കിലെടുത്ത് VV പ്രകാശ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. വയനാട് മണ്ഡലത്തിൽ 47% ഹിന്ദു വോട്ടർമാരും 45% മുസ്ലിം വോട്ടർമാരുമാണുള്ളത്. 8% മാത്രമാണ് ക്രൈസ്തവ വോട്ടുകൾ. അവസാന നിമിഷം വലിയ അട്ടിമറി സംഭവിച്ചില്ലെങ്കിൽ VV പ്രകാശ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. സന്ദർശക പാസിനത്തിൽ ലക്ഷങ്ങളുടെ വരുമാനം ലഭിക്കുമ്പോഴും നിലമ്പൂർ കനോലി പ്ലോട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. അവധി ദിവസങ്ങളിൽ വൻ തിരക്ക് അനുഭവപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വിനോദസഞ്ചാരികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ജില്ലയിൽ വനം വകുപ്പിന് ടൂറിസം ഇനത്തിൽ ഏറ്റവും കൂടുതൽ തുക ലഭിക്കുന്നത് നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നിന്നുമാണ്. പാസ് ഇനത്തിൽ മുതിർന്നവരിൽ നിന്ന് 25 രൂപയും കുട്ടികളിൽ നിന്ന് 10 രൂപയും ഈടാക്കുന്നുണ്ട്. ഈ ഇനത്തിൽ ഇവിടെ നിന്നും ലക്ഷങ്ങൾ വനം വകുപ്പിന് ലഭിക്കുമ്പോഴാണ് വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ തയ്യാറാകാത്തത്. ലോക തേക്ക് മുത്തശ്ശിയെ കാണുവാനാണ് വിദേശത്തു നിന്നുള്ള സഞ്ചാരികളടക്കം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വിനോദസഞ്ചാരികളിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ്. എന്നാൽ ഇവർക്ക് ആവശ്യത്തിന് ശുചിമുറികൾ ഇല്ലാത്തത് വലയ്ക്കുകയാണ്. കഴിഞ്ഞ വർഷം കനോലി പ്ലോട്ട് സന്ദർശിച്ച വനംവകുപ്പ് മന്ത്രി K രാജു പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയതല്ലാതെ ഒരു നടപടിയും പിന്നീട് സ്വീകരിച്ചിട്ടില്ല. വിനോദസഞ്ചാരികളിൽ നിന്നും പാസ് ഇനത്തിൽ പണം വാങ്ങുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട ബാധ്യതയും വനംവകുപ്പിനാണ്. വരുമാനത്തിൽ 10% ചിലവഴിച്ചാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വനംവകുപ്പിനാകും. വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലും സമാന അവസ്ഥയാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ ശേഷം ഫീസ് വർധന ഏർപ്പെടുത്തിയാലും വിനോദസഞ്ചാരികൾ ഇതുമായി സഹകരിക്കും. നിലമ്പൂരിലെ ആദ്യ തേക്ക് പ്ലാന്റേഷനാണ് കനോലി പ്ലോട്ട്. ഇവിടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ലോകത്തിലെ 1-ാം നമ്പർ തേക്കാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണം. കൂടെ കനോലി പ്ലോട്ടിലേക്ക് എത്താൻ ചാലിയാറിന് കുറുകെയുള്ള തൂക്കുപാലവും ഏറെ ആകർഷണീയമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കി നിലമ്പൂർ കനോലി പ്ലോട്ടിനെ മാറ്റണമെന്നാണ് നിലവിലെ ആവശ്യം. ജില്ലയിൽ നടന്നുവരുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി. ബ്ലോക്ക് തലത്തിൽ നൽകിയ സ്വീകരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് KK സാജിദ ഉദ്ഘാടനം ചെയ്തു. മാളിയേക്കൽ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, ഷംന ടീച്ചർ, കൃഷ്ണൻ, വിജയൻ എന്നിവർ സംസാരിച്ചു. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കും മുന്നൊരുക്ക പരിപാടികൾക്കും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും പ്രതിദിനം പ്രതിരോധം എന്ന ആശയം എല്ലാ തലങ്ങളിലും എത്തിക്കുന്നതിനു വേണ്ടിയാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണ യാത്ര നടത്തുന്നത്. വേനൽ കടുത്ത സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ പടരുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത് മുൻകൂട്ടി കണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നൊരുക്കം. കേരളത്തിൽ മരണമടയുണ്ട്. ഈ കഴിഞ്ഞ 2018 മുതൽ ഇത് തടയണമെന്നുള്ള ആഗ്രഹത്തിൽ കേരള ഗവൺമെന്റ് ജാഗ്രത എന്ന് പറഞ്ഞ ആരോഗ്യ ജാഗ്രത എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ പ്രചരണാർത്ഥം ആരോഗ്യ സന്ദേശ യാത്ര എന്നൊരു പരിപാടി
കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലുള്ള റാലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 20-ാം തീയതി കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയുടെ മന്ത്രി KT ജലീൽ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് കാലിക്കറ്റ് സർവകലാശാല അങ്കണത്തിൽ. ഇന്ന് കുറുമ്പലങ്കോട് വെച്ചത് അവസാനിക്കുന്നു. ഇതിൽ ഞങ്ങൾ പ്രതിദിനം പ്രതിരോധം, ഭയമല്ല ജാഗ്രത എന്ന മുദ്രാവാക്യമാണ്. അതായത് പകർച്ചവ്യാധികൾ വരുമ്പോൾ ഭയന്ന് വിറച്ച് നിൽക്കാതെ എല്ലാവരും സ്വയം പ്രതിരോധം സൃഷ്ടിക്കണം എന്നുള്ളത്. പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യവും യാത്രയ്ക്കുണ്ട്. വണ്ടൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആശാ വർക്കർമാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വീകരണത്തിന് ശേഷം ആരോഗ്യ സന്ദേശ കലാപരിപാടികളും അരങ്ങേറി. ജില്ലയിൽ വേനൽ ചൂട് കനക്കുന്നു. നിലമ്പൂരിൽ അന്തരീക്ഷ താപനില 37 ഡിഗ്രി കടന്നു. മലപ്പുറം, മഞ്ചേരി എന്നിവിടങ്ങളിലും താപനില സമാനമാണ്. വരും ദിവസങ്ങളിൽ ചൂട് കൂടുവാനാണ് സാധ്യത. വരും ദിവസങ്ങളിൽ 40 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. നിലമ്പൂർ KFRAയിൽ സ്ഥാപിച്ചിട്ടുള്ള താപമാപിനിയിൽ തിങ്കളാഴ്ച രേഖപ്പെടുത്തിയത് 37 ഡിഗ്രി ചൂടാണ്. ചൂട് കടുത്തതോടെ ചാലിയാർ പുഴയും പോഷക നദികളിലും ആശങ്കപ്പെടുത്തും വിധം ജലവിധാനം താഴുകയാണ്. ചൂട് കൂടിയതോടെ തീ പടരുവാനുള്ള സാധ്യതകളുമേറി. റബ്ബർ തോട്ടങ്ങളും വനമേഖലകളും തീപേടിയിലാണ്. അന്തരീക്ഷ താപം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, ശരീരതാപശോഷണം, സൂര്യതാപത്തിലുള്ള പൊള്ളൽ എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. മുൻ വർഷങ്ങളിൽ സൂര്യാഘാതം നിലമ്പൂർ, വണ്ടൂർ, എടവണ്ണ ഉൾപ്പെടെ ജില്ലയുടെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. താപനില അപകടകരമായ അവസ്ഥയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുൾപ്പെടെ ജോലി സമയം ക്രമീകരിച്ച് നൽകേണ്ടി വരും. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ജോലി ചെയ്യുന്നത് സൂര്യാഘാതം ഉൾപ്പെടെ ഉണ്ടാകുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ സമയം വിശ്രമമായി അനുവദിക്കേണ്ടതാണ്. ദാഹം അനുഭവപ്പെട്ടില്ലെങ്കിലും ഓരോ മണിക്കൂർ ഇടവിട്ട് കുറഞ്ഞത് 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ധാരാളം വിയർപ്പുള്ളവർ ഉപ്പിട്ട കഞ്ഞിവെള്ളവും നാരങ്ങ വെള്ളവും കുടിക്കണം. കട്ടി കുറഞ്ഞ വെള്ള നിറത്തിലോ ഇളം നിറത്തിലോ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ വേനൽക്കാലത്തെ ഏറ്റവും വലിയ വിഷമം കുടിവെള്ളക്ഷാമവുമായേക്കും. വേനൽ മഴ കാര്യമായി ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി അതിരൂക്ഷമായേക്കാം. വൺ TV ന്യൂസിൽ ഇനി ഇടവേള.